അപ്പൊ ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ ചരിത്രത്തിലെ 80% മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഒരേ ഒരു മാർഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅ 4 മദ്ഹബിന്റെ ഇമാമികൾ അംഗീകരിക്കുന്ന മാർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. കാരണം പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ഖിലാഫ്, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ഫഅലൈക്കും ബിസ്സവാദിൽ അഅ്ളം, നിങ്ങൾ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ എവിടെയാണുള്ളത് അവിടെ നിൽക്കണമെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. പുണ്യ നബി തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്ത് ഒരിക്കലും തന്നെ അവരെല്ലാവരും കൂടി പിഴവിന്റെ മേൽ ഒരുമിച്ച് കൂടലുണ്ടാവുകയില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ പിഴച്ചു, ഞാനാണ് ശരി എന്നൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യ നബി പറയാണ്, ഇദാ ഖാല റജുൽ ഹലക്കന്നാസ് ഫഹുവ അഹ്ലുകുഹും. ഒരാൾ വന്നിട്ട് പറയാ, നിലവിലുള്ളവരൊക്കെ പിഴച്ചുപോയി, ഞാനാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ മനസ്സിലാക്കണം, ഫഹുവ അഹ്ലുകുഹും, അവനാണ് ഏറ്റവും വലിയ നാശകാരി എന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരുമല്ലോ. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള സംവിധാനമൊന്നും ശരിയല്ല, നിലവിലുള്ള മുസ്ലിമീങ്ങളൊന്നും ശരിയല്ല, അവരുടെ വിശ്വാസമൊന്നും ശരിയല്ല, അവരുടെ ആചാരങ്ങളൊന്നും ശരിയല്ല, അവരുടെ അനുഷ്ഠാനങ്ങളൊന്നും ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞൊരാൾ കടന്നു വന്നാൽ പുണ്യ നബി പറയാണ്, ഇദാ ഖാല റജുൽ ഹലക്കന്നാസ്, ജനങ്ങളൊക്കെ നശിച്ചുപോയി എന്ന് പറഞ്ഞിട്ടൊരാൾ കടന്നു വന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഫഹുവ അഹ്ലുകുഹും, അവനാണ് ഏറ്റവും വലിയ നാശകാരി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും. ഇത് മുബത്തദീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. മുബത്തദീങ്ങളാണ് ഈ രീതി സ്വീകരിക്കുക. നിലവിലുള്ള മുസ്ലിമീങ്ങളൊക്കെ പിഴച്ചുപോയി, അവരൊക്കെ നശിച്ചുപോയി, അവരുടെ വിശ്വാസം ശരിയല്ല, ആചാരം ശരിയല്ല, അനുഷ്ഠാനം ശരിയല്ല, അവരുടെ കർമ്മങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ മൊത്തം പിഴവിൻ്റെ ആളുകളായി മുദ്രകുത്തുന്ന രീതി അത് ബിദ്അത്തുകാരുടെ ശൈലിയാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്ന കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം, ലോക മുസ്ലിമീങ്ങളെ ചരിത്രം പഠിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ 4 മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണ്. ഇനി നമ്മൾ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങളെ ചരിത്രം പഠിക്കുക, ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ ചരിത്രം പഠിക്കുക. അവരൊക്കെ ഈ പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിന്നവരാണ്. അപ്പൊ പിന്നെ നമ്മളും അതിന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ നിൽക്കുന്നത് മാത്രമല്ല, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടം അംഗീകരിക്കുന്ന പ്രഗത്ഭരായ വലിയ മഹാപണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിച്ചവരാണ്. ഓരോ നൂറ്റാണ്ട് നോക്കൂ നിങ്ങൾ, ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ഒരു മുജദ്ദിദിനെ നിയോഗിക്കാറുണ്ട്. ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ഒരു മുജദ്ദിദിനെ നിയോഗിക്കാറുണ്ട്. മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ നൂറ്റാണ്ടിലും ഒരു വലിയൊരു മഹാൻ അല്ലാഹു നിയോഗിക്കാറുണ്ട്. ആ കഴിഞ്ഞുപോയ ആളുകളെ പരിശോധിച്ച് നോക്കുന്നത്, അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്. എങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്നാലല്ലേ ഉള്ളൂ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പറയേണ്ടി വരും അവരൊക്കെ പിഴച്ചവരാണ്. പക്ഷേ എല്ലാവരും പറയുന്നു അവർ നല്ലവരാണ്. എല്ലാവരും പറയുന്നു. 1-ാം നൂറ്റാണ്ടിലെ മഹാൻ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 2-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിട്ട് ചരിത്രം രേഖപ്പെടുന്നത് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഷാഫി ഇമാം 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിട്ട് ചരിത്രം പറയുന്നത് ഷാഫി ഇമാമിനെയാണ്. ഷാഫി ഇമാം തള്ളിക്കളയാൻ കഴിയുമോ? അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വളരെ മുൻകൂട്ടിക്കൊണ്ട് ഷാഫി ഇമാമിനെ കുറിച്ച്, ഷാഫി ഇമാമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ലാ തസുബ്ബു ഖുറൈശ, നിങ്ങൾ ഖുറൈശികളെ ചീത്ത പറയരുത്. ഫഇന്ന ആലിമഹാ യംലഉ തിബാഖൽ അർള് ഇൽമാ. കാരണം ഖുറൈശികളിൽ ഒരു പണ്ഡിതൻ വരാൻ പോകുന്നുണ്ട്. ആ പണ്ഡിതൻ ഭൂലോകം മുഴുക്കെ വിജ്ഞാന വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാഫി ഇമാം ഭൂലോകം മുഴുക്കെ വിജ്ഞാന വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മഹാപണ്ഡിതൻ വരാനുണ്ടെന്ന് പുണ്യ നബി പറഞ്ഞ ആ പണ്ഡിതൻ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നളർന, ഞങ്ങൾ പരിശോധിച്ചു നോക്കി, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ആ ഷാഫി ഇമാമാണ് 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. 3-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്.
ആരാ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തരീക്കത്തിലൂടെ നമുക്ക് 2 ഇമാമിങ്ങളാണുള്ളത്. തരീക്കത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസപരമായ തരീക്കത്ത്. പക്ഷേ വിശ്വാസപരമായ തരീക്കത്തിനിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പരസ്പരം ഷിർക്കാക്കുന്ന, കുഫറാക്കുന്ന യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ 2 തരീക്കത്തുകൾ ലോകത്തുണ്ട്. അതിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ തരീക്കത്ത്. ആ മഹാനാണ് 3-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. മഹാനവറുകളെ കുറിച്ച് അല്ലാഹു റസൂൽ മുൻകൂട്ടി പ്രവചിച്ചില്ലേ? ഒരിക്കലും ഒരു ആയത്തിറങ്ങിയപ്പോൾ, എന്തായത്ത്? അല്ലാഹു തആല പറയുകയാണ്, ഭാവിയിൽ ഒരു ടീം വരാൻ പോകുന്നുണ്ട്, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനത്തെ ഒരു ടീമിനെ കൊണ്ട് അല്ലാഹു തആല ഈ സമുദായത്തിൽ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞൊരു ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു ഇരിപ്പുണ്ട്. അല്ലാഹു റസൂൽ അബൂ മൂസലിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദാ ഖൗമു ഹാദാ, ഈ പറഞ്ഞ ആളുകൾ അബൂ മൂസൽ അശ്അരിയുടെ പിൻഗാമികളാണ്. ആ അബൂ മൂസൽ അശ്അരിയുടെ പരമ്പരയിലാണ് മഹാനായ നമ്മുടെ തരീഖത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര എത്തിച്ചേരുന്നത്. അവരാണ് 3-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. 4-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഖാദി അബൂബക്കർ ബഖ്ലാനി, ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ, ആർക്കും തള്ളി പറയാൻ കഴിയാത്തൊരു മഹാൻ. 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഗസാലി ഇമാമിനൊക്കെ ഇപ്പം എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി. ഇടക്കാലത്തൊക്കെ പൂർവ്വകാലത്തൊക്കെ ചില ആളുകൾ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴിറങ്ങുന്ന പുതിയ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഗസാലി ഇമാമിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നില്ല. ഗസാലി ഇമാമിന് വലിയ മഹത്വമാണ്. എൻ്റെ കയ്യിൽ തന്നെ പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ ഗസാലി ഇമാമിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ലോകം കണ്ട വലിയ മഹാപണ്ഡിതനാണ്, സൂഫി വര്യനാണ്, വിശുദ്ധ ഇസ്ലാമിന് വലിയ സംഭാവന നൽകിയ മഹാനാണ്. ഗസാലി ഇമാം സുന്നിയാണ്. അങ്ങനെ വലിയ മഹാനാണെന്ന് പറയുന്ന ഗസാലി ഇമാം സുന്നിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം സ്വീകരിച്ച ആളാണ്, മദ്ഹബ് അംഗീകരിച്ച ആളാണ്. ഒരു 5ാമത് മദ്ഹബ് ഉണ്ടാക്കാൻ കഴിവുണ്ടായിട്ട് പോലും ഗസാലി ഇമാം പുതിയൊരു മദ്ഹബ് ഉണ്ടാക്കാതെ പരിശുദ്ധമായ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച മഹാനാണ് ഗസാലി ഇമാം. എന്നിട്ട് ഇപ്പൊ ചില ആൾക്കാർ പറയാ മദ്ഹബൊന്നും വേണ്ട, നമ്മളെ കയ്യിൽ ഖുർആനും ഹദീസുണ്ട്, അതനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ മതി. ഗസാലി ഇമാമിനെ കഴിയുമ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ആരാം? 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ പണ്ഡിതൻ ഇ.കെ. മൗലവി എഴുതിയ പുസ്തകമുണ്ട്, ഷെയ്ഖ് ജീലാനി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹിദ്ദീൻ ഷെയ്ഖാണ്. പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? മുഹിദ്ദീൻ ഷെയ്ഖാണ് 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. ഏത് മുഹിദ്ദീൻ ഷെയ്ഖ്? ഒരു കാലത്ത് ഇവർ എഴുതി വെച്ചു, യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവത് നാരായണ ശ്രുതിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമ നമ എന്ന് എഴുതി വെച്ചിട്ട് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖിന്റെ തലയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തമാണ്. അതുകൊണ്ട് മുഹിയുദ്ദീൻ എന്ന് വിളിക്കാൻ പാടില്ല, മുഹിയുദ്ദീൻ എന്നാണ് വിളിക്കേണ്ടത് എന്നൊരു കാലത്ത് അൽമനാർ എഴുതി വെച്ചെങ്കിൽ ഇന്ന് മുഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നു 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. എങ്കിൽ പിന്നെ നമ്മൾ അവിടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഇതല്ലേ നമ്മുടെ പരലോക നന്മക്ക് നല്ലത്? ഞാനീ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംഘടനാ പക്ഷപാതിത്വമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഈ ലൈനിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കും. അവരൊക്കെ നിന്നൊരു മാർഗം അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനു നമ്മൾ ഇതല്ലാത്തൊരു മറ്റൊരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കണം? ഗസാലി ഇമാമിന് ഖുർആൻ തിരിയാത്തോണ്ടാണോ? അല്ലല്ലോ. മുഹിദ്ദീൻ ഷെയ്ഖിന് ഖുർആൻ തിരിയാത്തോണ്ടാണോ? അല്ലല്ലോ. മുഹിദ്ദീൻ ഷെയ്ഖിന് ഹദീസ് തിരിയാത്തോണ്ടാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാ മുഹിദ്ദീൻ ഷെയ്ഖ് മദ്ഹബ് അംഗീകരിച്ചത്? മുഹിദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായിട്ട് ഖുർആൻ അർത്ഥമാക്കാൻ അറിയാത്തത് കൊണ്ടോ ഗവേഷണം നടത്താൻ കഴിയാത്തതുകൊണ്ടോ ഒന്നുമല്ലല്ലോ. പക്ഷേ അവരൊക്കെ 4-ാലൊരു മദ്ഹബ് അംഗീകരിച്ചുകൊണ്ടാണ് മുഹിദ്ദീൻ ഷെയ്ഖ് ജീവിച്ചത്, ഗസാലി ഇമാം ജീവിച്ചത്. അതുകൊണ്ടൊന്നും അവർക്ക് നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഗസാലി ഇമാമിന്റെ ഒക്കെ മരണം നോക്കൂ നിങ്ങൾ. അദ്കിയയുടെ ശറയിൽ കാണാം. ഗസാലി ഇമാമിന്റെ മരണം രേഖപ്പെടുത്തുന്ന കിഫായത്തുൽ അദ്കിയയിൽ കാണാം. ഗസാലി ഇമാം ആ മരണ ദിവസം ഒരു തിങ്കളാഴ്ച രാവാണ്, സുബ്ഹിയോടടുത്ത സമയം. തന്റെ സഹോദരൻ പറയാൻ, സുബ്ഹിന്റെ തൊട്ട് മുമ്പ് ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുകൾ വഫാത്തായതുപോലെ ഗസാലി ഇമാം സുബ്ഹിയുടെ തൊട്ട് മുമ്പ് വഫാത്താകുന്നത്. സുബ്ഹിന്റെ തൊട്ട് മുമ്പ് wudu ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. wudu ഉണ്ടാക്കുന്നു. എന്നിട്ട് മഹാനവകൾ എങ്ങനെയാണോ കിടക്കേണ്ട ആ രീതിയിൽ കിടക്കുന്നു. എന്നിട്ട് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഗസാലി ഇമാം ലോകത്തോട് ഇവിടെ പറയുന്നു. ആ മഹാന്മാരൊക്കെ മദ്ഹബ് അംഗീകരിച്ച് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിന് മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കണം? നമ്മൾ എന്തിന് വേറൊന്നിനെ കുറിച്ച് ആലോചിക്കണം? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തൻ്റെ ദഅവത്ത് കൊണ്ട്
ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒരൊറ്റ പ്രഭാഷണത്തിൽ 70,000 ആളുകൾ പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരൊറ്റ പ്രസംഗം കേൾക്കാൻ. അന്ന് ഇന്നത്തെ പോലെ 50,000 വാട്സിന്റെ സെറ്റില്ല, ഒന്നുമില്ല, ഒരു സംവിധാനമില്ല. പിന്നെ എങ്ങനെ കേൾപ്പിച്ചു? അതിങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ പേരാ കറാമത്ത്. അത് അള്ളാഹു കൊടുത്തൊരു പ്രത്യേക കഴിവ് കൊണ്ട് കേൾപ്പിച്ചു. ആ പ്രസംഗം കഴിയുമ്പോഴേക്ക് ഒട്ടേറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് മുഹിദ്ദീനെ കുറിച്ച് പറഞ്ഞത്, ചത്തേച്ചാകത്തിന് ജീവൻ നേടിച്ചവർ ചാകും കീലക്ഷത്തെ നന്നാക്കി വിട്ടോവർ. ചത്തേച്ചാകത്തിന് ജീവൻ നേടിച്ചവർ. ചത്തെന്ന് പറഞ്ഞെന്താ? നിർജീവമായ അവസ്ഥയിൽ കടന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സമുദായത്തിന് ജീവൻ കൊടുത്താൾ. അത് മരിച്ചൊരു ഹയാത്താക്ക എന്നർത്ഥം മാത്രമല്ല അതിനുള്ളത്. മുഹിദ്ദീമാരൊക്കെ ആലങ്കാരികമാണ് ഇത് കൂടുതലുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. മുഹിദ്ദീന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് ഇവരെ പ്രമുഖനായ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളെ മുഹിദ്ദീമാല എന്ന് കളിയാക്കി. എന്താ മുഹിദ്ദീമാരുള്ളത്? ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവാ. ഇതൊക്കെ നമ്മളിതിന് ചരിത്രം പഠിക്കാത്തതുകൊണ്ട് തന്നെ കേൾക്കുമ്പോഴേക്ക് ഓവർ, അത് കുറച്ച് ഓവറാണ്. നമ്മൾ തന്നെ പറഞ്ഞു പോകുക അറിയാതെ ഇത് കുറച്ച് ഓവറാണ്. ഒരു ഓവറും ഇല്ല, ഒരു പ്രശ്നവുമില്ല. അത് പഠിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയേ തീരാവുന്നേ ഉള്ളൂ. അപ്പൊ എന്താ മാലയുള്ളത്? മുഹിദ്ദീന്റെ കൊടി ഭൂമിയുടെ താഴെയാണ് അതിന്റെ ഒരു തല അടക്കുന്നത്. ഒരു തലയോ ആകാശത്തിന്റെ മുകളിലാണ്. പടച്ചോനെ, ഇത്രയും വലിയ കൊടി എവിടുന്നാ കിട്ടി? ഇന്ന് ചില ആളുകൾ ചില സ്ഥലങ്ങളൊക്കെ നടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പൊടിച്ച പതാക മഹദി ഇമാമിന്റെ കയ്യിലെത്തുന്നൊക്കെ സമസ്തക്കാർ പറയുന്നുണ്ട്. ആ പതാക എവിടുന്നാ കിട്ടിയത്? അങ്ങനെ ചില ആളുകളൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ചില ആളുകൾ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട് സമസ്തക്കെതിരെ. അവർക്ക് അള്ളാഹു തന്നെ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനൊക്കെയുണ്ട്. ഈ ആലങ്കാരികം മനസ്സിലാക്കണ്ടേ? ഒരു വിഷയത്തെ നിരൂപണം നടത്തുന്നതിന് മുമ്പ് ആ വിഷയത്തിന്റെ ആലങ്കാരികമായ വശങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കണ്ടേ? വലിയ അറിവുള്ള അയർച്ച എന്തും പറയാൻ പറ്റുമോ? വലിയ അറിവുള്ള ആൾ സ്വയം നടിച്ച എന്ത് ചെയ്യും? ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തും പറയാൻ പറ്റുമോ? അതിനൊക്കെ ചില മാനദണ്ഡങ്ങളില്ലേ? അതിനൊക്കെ ചില രീതികൾ സ്വീകരിക്കണ്ടേ? അല്ലാതെ ശരിയല്ലല്ലോ. ഇരിക്കട്ടെ, മുഹിദ്ദീനെ കുറിച്ച് കളിയാക്കിയെന്ന് ഈ കൊടി എവിടുന്നാ വാങ്ങിയത്? അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. ബഹുമാനപ്പെട്ടവരോടാണ് ഈ അലവി മൗലവിയാണ് ഈ ചോദ്യം ചോദിച്ചത്, മുജാഹിദിന്റെ നേതാവ്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. മുഅ്മിനീങ്ങളായ ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണം. ലോകത്ത് കഴിഞ്ഞവരും ഇനി വരാൻ പോരുമാകുന്ന എല്ലാ മുസ്ലിമുകളും, കോടി മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണം. ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങളൊക്കെ പിടിക്കുന്ന ആ കയറിന്റെ വലിപ്പത്രയായിരിക്കും. ഈ കയർ ഏത് കടയിലാണ് കിട്ടുക? അവിടെ കിട്ടും ഈ തുണി എന്ന് പറഞ്ഞു. ഈ കൊടിയുടെ തുണി അവിടെ കിട്ടുന്നു. അപ്പൊ അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗം. അതൊന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ മുഹിദ്ദീമാരെ കളിയാക്കി. പക്ഷേ ഇപ്പോൾ തിരിച്ചുവരവിന്റെ വക്കിലാണ്. അവരൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇന്നലകളിൽ ഇവിടെ ജീവിച്ചു പോയ മഹാന്മാരായ ആളുകളൊക്കെ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം സ്വീകരിച്ചവരാണ്. ഇനി കേരളക്കരയിലേക്ക് നമ്മൾ വരിക. കേരളക്കരയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ കേരളത്തിൽ ഇന്നലെ കഴിഞ്ഞുപോയ മഹാനായ മമ്പറന്തങ്ങൾ അല്ലേ? മമ്പറന്തങ്ങൾ ഇപ്പൊ നിങ്ങൾ പറയും മമ്പറന്തങ്ങൾ ഇപ്പൊ അവർക്ക് തെളിവാകും. ആ തെളിവാകും. എൻ്റെ കയ്യിൽ പുതിയ ഷബാബ് മാസികയുണ്ട്. ഷബാബിൽ പറയുന്നത് അറിയോ? അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ അടരാടിയ മഹാനാണ് മഹാനായ മമ്പറന്തങ്ങൾ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ പ്രശ്നം. മമ്പറന്തങ്ങൾ ആരാണ്? അവർ പറയുന്ന സലഫിയാണ് പറയുന്നത് മമ്പറന്തങ്ങളെ കുറിച്ച്. അൽഹംദുലില്ലാഹ്, ഇനി ഒരു വണ്ടി വിളിച്ച് സിയാറത്തിന് പോയത് ഈ പ്രശ്നം തീർക്കാൻ നമുക്ക്. ഒരു ഇലേ ഹദറത്ത് വിളിക്കാം, കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. അപ്പൊ അവർക്കിപ്പോ തോന്നി മമ്പറന്തങ്ങളൊക്കെ അംഗീകരിക്കണം. നമ്മൾ പണ്ടേ പറഞ്ഞു, അവരിപ്പോ പറയുന്നു. ഇത്ര വ്യത്യാസം. ഇനിയോ മമ്പറന്തങ്ങൾ കഴിഞ്ഞാൽ ഉമർ അൽ ഖാലി ഹിജ്റ 1000 മഹാനായ ഉമർ അൽ ഖാലിയെ കുറിച്ചോ ഇപ്പൊ നോക്കൂ, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഉമർ അൽ ഖാലിയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു, മഹാനായ ഉമർ അൽ ഖാലി ബിദ്അത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച മഹാനാണ്. എന്നാ കഴിഞ്ഞില്ലേ പ്രശ്നം? അപ്പൊ ഉമർ അൽ ഖാലി ചെയ്തൊന്നും വിദ്യാർത്ഥല്ല എന്ന് ബോധ്യപ്പെട്ടു. എങ്കിൽ ഉമർ അൽ ഖാലി എവിടെ പോയി? മുത്തുനബിന്റെ പരിശുദ്ധമായ ഖബറിനരികിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടില്ലേ, യാ അക്രമൽ ഖുറമാ അലാ അഅ്താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും മജഫ ദംഉൻ സാലമിൻ ഐനൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ ഖൗനൈനി ഹയ്യം വമൈതം ഫി തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
ഈ ബൈത്ത് എടുത്ത് ഇവരുടെ വേദിയിൽ വെച്ച് പാടി. ഈ പാട്ട് പാടിയിട്ട് പറഞ്ഞു, ഈ ബൈത്തൊക്കെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ഇവരുടെ ശ്രദ്ധ മാത്രമേ അടുത്ത കാലം വരെ പിടിച്ചു പറ്റിയതല്ല, ഇപ്പൊ അവരതും പിടിച്ചു പറ്റി. എങ്കിൽ പിന്നെ ആ ഉമർക്കാല് ചലിച്ച വഴിയൂടെ നടന്നാൽ പോരെ? അതല്ലേ നല്ലത്, അതല്ലേ അഭികാമ്യം, അതല്ലേ പരലോകത്തെ നമ്മുടെ ആദർശപരമായി കൊണ്ട് വിജയത്തിന് നല്ലത്. ഉമർക്കാലി പിന്നെ ആരാ? അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. നോക്ക് നിങ്ങൾ, അവരുടെ തൊട്ട് മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിജ്റ 871 ജനിച്ച് 928 മരണപ്പെട്ടു പോയ മഖ്ദൂം ഒന്നാമൻ. മഖ്ദൂമി പണ്ഡിതന്മാർ ഹിജ്റ 938 ജനിച്ച് 1025 മരണപ്പെട്ടു പോയ മഖ്ദൂം രണ്ടാമൻ. ഇവരക്കാരാ? ഇവരെ കുറിച്ച് ഇവരുടെ ഈ കഴിഞ്ഞ സമ്മേളന സഭയിൽ പറയുന്നു, മഖ്ദൂമി പണ്ഡിതന്മാരൊക്കെ സലഫി പണ്ഡിതന്മാരായിരുന്നു. അൽഹംദുലില്ലാ, മഖ്ദൂമി പണ്ഡിതന്മാരൊക്കെ ആരാണ്? സലഫികളാണ്. എന്നാ പിന്നെ ഫത്വലിമി നമുക്ക് നോക്കി നോക്കാം. ഫത്വലിമിൽ എന്താ പറയുന്നത്? നിസ്കാരത്തിൽ കൈ എവിടെ കെട്ടണം, ഫത്വലിമി പറയുന്നു അതുപോലെ ചെയ്യാം. കുനൂത്ത് ഓതണോ ഓതണ്ടേ? സലഫി പണ്ഡിതനായി മഖ്ദൂമി പറയട്ടെ, സൈനുദ്ദീൻ മഖ്ദൂം പറയട്ടെ, കുനൂത്ത് ഒരു സുന്നത്താണ്, അവനോട് ഓതാം. പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞല്ലോ. എന്തിനാണ് പിന്നെയും നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം? എന്തിനാണ് ഒരു അനൈക്യം? എന്തിനാണ് ഒരു ഛിദ്രത? ഇനിയും നമ്മൾ രണ്ട് ചേരികളായി നിൽക്കേണ്ട വല്ല സാഹചര്യമുണ്ടോ? മഖ്ദൂമി പണ്ഡിതന്മാരൊക്കെ സലഫികളാണെന്ന് ഇപ്പോൾ തുറന്നെഴുതിയിരിക്കുന്നു. കാരണം ഇവർക്കറിയാം അവരെന്ന് തള്ളിപ്പറയാൻ കഴിയില്ല. അവരൊന്ന് മാറ്റി നിർത്തിയാൽ വിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കി അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇപ്പൊ സലഫികൾ എഴുതാൻ തുടങ്ങി. ജമാഅത്ത് പണ്ടേ എഴുതാൻ തുടങ്ങി. അവർ പണ്ടേ എഴുതാൻ തുടങ്ങി. അവർക്ക് പിന്നെ അങ്ങനെയുള്ളൂ. അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇവരും ഇപ്പോൾ തുറന്നെഴുതിയിരിക്കുന്നു. മഖ്ദൂമി പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നു, മഖ്ദൂമി പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാരാണ്. അവരുടെ രചനകളൊക്കെ സമുദായത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. അവരുടെ രചനകൾ അതന്നല്ലേ കിതാബ്. രചന എന്ന് പറഞ്ഞാൽ എന്താ? അവരെഴുതിണ്ടാക്കിയത് അതല്ലേ കിതാബ്, അതന്നല്ലേ ഫത്തുൽ മുഈൻ, അതല്ലേ അദിഖിയ, അതല്ലേ മുർഷിദുത്തുല്ലാബ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അഭിപ്രായ വ്യത്യാസം വരുമ്പോ സലഫി പണ്ഡിതനാണെങ്കിൽ ഓക്കെ ഇരിക്കട്ടെ. സൈനുദ്ദീൻ മഖ്ദൂം എന്തു പറഞ്ഞു നമുക്കും നോക്കാം. ഉമറുൽ ഖാദി ഏത് നിലപാട് സ്വീകരിച്ചു നമുക്കൊന്ന് നോക്കാം. പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലേ? മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ത് നിലപാട് സ്വീകരിച്ചു നമുക്കും നോക്കാം. റിഫായി ഷെയ്ഖ് തവസ്സുലിന്റെ വിഷയത്തിൽ, ഇസ്തിഗാസന്റെ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? പോയില്ലേ റിഫായി ഷെയ്ഖ്? പുണ്യ നബിന്റെ പരിശുദ്ധമായ ഖബറുകൾ ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് അൽ ഹാവിയിൽ രേഖപ്പെടുന്ന കാണാൻ സാധിക്കും. റിഫാഷി റസൂലുള്ളാഹിനെ ഖബറിൽ പോയിട്ട് പൊട്ടിയണ്ട് കരഞ്ഞു. ഫി ഹാലത്തിൽ ബഅദി റൂഹി കുൻതു ഉർസിലുഹാ തുകബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി. റിഫാഷി പറഞ്ഞു, പുണ്യ നബിയെ, ഞാൻ എപ്പോഴും ബഗ്ദാദിൽ നിന്ന് അങ്ങക്ക് സലാം പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴിത് അഹ്മദുൽ കബീർ നേരിട്ട് അങ്ങയുടെ സവിധത്തിലെത്തിയിരിക്കുന്നു. ഫംദുദി യദൈക യാ റസൂലല്ലാഹ്, മുത്തുനബിയെ കൈയൊന്ന് നീട്ടിത്തരണം. അത് മറ്റാൾ പറഞ്ഞായിരിക്കാവൂല, ഇത് പറഞ്ഞ ഉണ്ടാവും. ഫംദുദി യദൈക യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ കൈയൊന്ന് നീട്ടിത്തരണം. പറയേണ്ട താമസം ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് പറയാൻ. ഏതെങ്കിലും സ്വപ്നക്കാർ പറഞ്ഞതല്ല. ഇമാം സുയൂത്തി നിങ്ങൾ പറയാണ്, മുത്തുനബിയുടെ കയ്യതാ പുറത്തേക്ക് വരുന്നു. അഹ്മദുൽ കബീർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ കയ്യതാ തുരുതുരാ മുത്തുകയാണ്. സുമ്മ ഗാബത് യദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ തിരുകരങ്ങൾ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോവുകയാണ്. ജാമി കറാമത്തുൽ ഔലിയയിൽ ഇസ്മായിൽ ബുഹാരി സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അൽ ഹാവിയിലും സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവരൊക്കെ ചെയ്ത് നമ്മളും ചെയ്യുക. കബറങ്ങപ്പോക, സഹായം തേടുക, തെല്ലുള്ളൂ. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതിനെന്തിന് ഇനിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് പോകണം? അപ്പോൾ ഇത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല, അതൊരു സംഘടനാ വിഷയമല്ല. നമ്മുടെ ആത്യന്തികമായ വിജയത്തിന്, നമ്മുടെ പരലോകം നന്മക്ക് ഉപകരിക്കുന്ന ഒരേ ഒരു റൂട്ടാണ്, ഒരേ ഒരു മാർഗമാണ്. ഇനി ഇവിടെ ജീവിച്ചു പോയ ആളുകൾ, ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എതിർപ്പുണ്ടെങ്കിലും മരണപ്പെട്ടാൽ അവരെ കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് നല്ലവരാണ് അല്ലേ? വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കുറിച്ച്, മുമ്പറം തങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കുറിച്ച്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച്, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച്, ശിഹാബ് തങ്ങളെക്കുറിച്ചൊക്കെ ജമാഅത്ത് ഇസ്ലാമി 100 മഹാരഥന്മാർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒന്നാമത്തെ മഹാനാരറിയോ? പാണക്കാട്ടെ തങ്ങൾ പാപ്പയാണ്. എന്നാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? പാണക്കാട് തങ്ങളെ വീട്ടിൽ പോയാൽ നിങ്ങൾ കാണില്ലേ? കാര്യമായിട്ട് പണി എന്താ? ഇവരെ ഭാഷയിൽ പറഞ്ഞ കടുത്ത ഷിർക്കിന്റെ റുക്കാവത്തമായി മുഷിർക്കും, മന്ത്രിച്ചൂതിൽ മൈക്കിൽ കിട്ടലും ഷിർക്കാണ്. ഇപ്പൊ പാണക്കാട് തങ്ങൾ മുഷിരിക്കല്ലേ ആവേണ്ടത്? പക്ഷെ ആ പാണക്കാട് തങ്ങൾ ആ മുസ്ലിം മഹാരഥന്മാരിൽ ഒന്നാമത്തെ ആളായിട്ട് ജമാഅത്ത് ഇസ്ലാം പരിചയപ്പെടുന്നത്. എങ്കിൽ ആ പാണക്കാട് തങ്ങൾ നിന്ന പ്രസ്ഥാനത്തിന് ഇവിടെ ഒന്നൂടെ? ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ അവരുടെ പുസ്തകത്തിൽ ഒരാളായിട്ട് ഇടം പിടിച്ചിരിക്കുന്നു ഷംസുൽ ഉലമ.
100 മഹാന്മാരെ കൊടുത്ത ഷംസുലമ എങ്കിൽ ഷംസുലമ കാണിച്ചത് പ്രസാദത്തിലൂടെ ഒന്നുകൂടായിരുന്നില്ലേ? അത് വേണ്ടെന്ന് പറഞ്ഞു പോയ ആളുകൾ ഇപ്പൊ പറയുന്നതോ ഷംസുലമ പോരാ, ഷംസുലമക്ക് സുന്നത്ത് ജമാഅത്ത് സ്പിരിറ്റില്ലെന്ന് പറഞ്ഞ ആളുകളോ അവരിപ്പൊ പറയുന്നു ഷംസുലമ വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ഈ പുതിയ അവരുടെ ഒരു പണ്ഡിത ഒരു സംഗമത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയ അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവരെ സമസ്തന്റെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. പണ്ഡിതന്മാരെയും സെക്രട്ടറിമാരെയും പ്രസിഡന്റ് പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഒരിടയ്ക്ക് വെച്ചിട്ട് നിർത്തല. ഷംസുലമിനോട് എത്തിയപ്പോ പിന്നെ ആരാണ്? വേറെ ആളാണ്. കണ്ണിയത്ത് ഉസ്താദ് കഴിഞ്ഞപ്പോ പിന്നെ വേറെ ആളാണ്. എന്തിനാ അങ്ങനെയൊക്കെ വളച്ചൊടിക്കുന്നത്? ചരിത്രത്തെ വളച്ചൊടിച്ചാൽ കഴിയില്ലല്ലോ. വളച്ചൊടിക്കുമ്പോൾ തെറ്റ് വരുന്നത് സ്വാഭാവികല്ലേ? ആ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റോറിയൽ പേജ് നോക്കൂ നിങ്ങൾ. കേരളത്തിലെ പ്രഥമ പണ്ഡിത സഭയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. അതാ ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ നന്നായി. കേരളത്തിലെ പ്രഥമ പണ്ഡിത സഭ ഏതാ? മുജാഹിദിന്റെ പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമ തുറന്നു എഴുതിയിരിക്കുന്നു. ഇപ്പോ പ്രചരിപ്പിക്കുന്നൊക്കെ സുന്നി വിരുദ്ധ ആശയമായതുകൊണ്ട് സ്വാഭാവിക എഡിറ്റോറിയൽ പേജിലായിരിക്കുന്നത് കേരളത്തിലെ പ്രഥമ പണ്ഡിത സഭയുടെ പ്രബോധകരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ പേരും വെച്ചിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേവലം കേരള ജംഇയ്യത്തുൽ ഉലമ. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആരതാ? മുജാഹിദിന്റെ പണ്ഡിത സഭയാണ്. അല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കൂടെ നിന്നവരാണ്. ലോക മുസ്ലിമീങ്ങളെ ഭൂരിപക്ഷം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നാലാലും മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരാണ്. എങ്കിൽ പിന്നെ നമ്മുടെ പരലോക നന്മക്ക് നമ്മൾ അതിന്റെ കൂടെ നിൽക്കില്ല എന്നുള്ളത്. ഇനി നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. വഹാബി പ്രസ്ഥാനത്തിന് ഇന്നലകളിൽ നേതൃത്വം കൊടുത്ത ആളുകളാരാ? അവരെ കുറിച്ച് പണ്ഡിതന്മാരെ കാഴ്ചപ്പാടെന്താ? നമ്മൾ ആക്ഷേപിക്കാനല്ല, നമ്മൾ അതൊന്ന് പഠിച്ചു നോക്കണല്ലോ. വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രഥമ നേതാവായിട്ട് അറിയപ്പെടുന്ന ഹിജ്റ 661 ജനിച്ച് 722 മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ തൈമിയ്യാണ്. അഹ്മദ് ബിൻ തൈമിയ്യ, ഇബ്നു തൈമിയ്യ, ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അപരനാമത്തിൽ അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ. ആര് ഇബ്നു തൈമിയ്യ? ഇബ്നു തൈമിയ്യയെ കുറിച്ച് പണ്ഡിത ലോകം എന്തേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹൈത്തമി റഹ്മഹുല്ലാഹ് പറഞ്ഞില്ലേ, തന്റെ ഫതാവൽ ഹദീസ് രേഖപ്പെടുത്തിയില്ലേ? ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞു ലാലുൻ മുദില്ലുൻ എന്നാണ് ലോകം കണ്ട മഹാപണ്ഡിതൻ ഇബ്നുൽ ഹൈത്തമി റഹ്മഹുല്ലാഹ് ഇബ്നു തൈമിയ്യയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. ലാലുൻ പിഴച്ചു എന്ന് മാത്രമല്ല, മുദില്ലുൻ മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന ആളുമാണ്. ഇബ്നു തൈമിയ്യ ഒരുപാട് കിതാബ് എഴുതിയാൽ അത് ശരി തന്നെയാണ്, നല്ല വിവരമുള്ള ആൾ തന്നെയാണ്, തർക്കമൊന്നുമില്ല. വിവരം ഉണ്ടാവേണ്ടൊന്നും കാര്യമില്ല, റൂട്ടും ശരിയായിരിക്കണം. ആരെങ്കിലും പറയുമ്പോഴേക്ക് ചില ആളുകളൊക്കെ ഈ അടുത്തുണ്ടായി എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെ വേറെ ആൾക്ക് ഇതിൽ പ്രസംഗിക്കുക? അയാളെ ഓതി കിതാബുകൾ കണ്ടുകൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനും അയാൾ ഒരു ദർസിലല്ല, കണ്ടിട്ടില്ലായിരുന്നു. അയാളെ ഓതി കിതാബ് ഏതൊക്കെയാണെങ്കിൽ ഞാൻ അയാൾ ഒരു ദർസിലാവണ്ടേ? നമ്മളൊരു ദർസിലല്ലല്ലോ. ഇനിയിപ്പോ കണ്ടോ കണ്ടില്ലേ, അതൊന്നും ഇതിന് പ്രാധാന്യമുള്ളല്ലോ. ഒരാൾ ആദർശം ശരിയല്ല എന്ന് വരുമ്പോൾ അത് എതിർക്കാൻ അദ്ദേഹം ഓതി കിതാബിന്റെ വലിപ്പം നോക്കേണ്ടതില്ലല്ലോ. ഇബ്നു തൈമിയ്യ ഓതി കിതാബ് എത്രയാ? ഇബ്നു തൈമിയ്യയുടെ ഫതാവയുണ്ട് 40 വോള്യമാണ്. ഓരോ വോള്യം 700-ലേറെ പേജുകളുണ്ട്. അത് കണ്ടിട്ട് നമ്മളെ അയാൾ ആദർശത്തെ എതിർക്കാൻ കഴിയുമോ? പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹൈത്തമി റഹ്മഹുല്ലാഹ് ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞു ലാലുൻ മുദില്ലുൻ, സ്വയം പിഴച്ച ആളാണ്, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നതാണ്. മാത്രമല്ല ഇബ്നു തൈമിയ്യയെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു മുജസ്സമീവാദമുള്ള ആളാണ്. എന്താ മുജസ്സമീവാദം എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന് വാദിക്കുന്ന ഒരാളാണ്. ഒരിക്കൽ ഇബ്നു തൈമിയ്യ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്നു തൈമിയ്യ മിമ്പറിന്റെ സ്റ്റെപ്പിന്റെ ഇറങ്ങി, ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ മുകളിൽ താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു യൻസുലു റബ്ബുനാ തബാറക വതആല കനുസൂലി ഹാദാ, അല്ലാഹു തആല ദിവസവും ആകാശത്ത് നിന്ന് 1ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും, ഞാൻ ഈ ഇറങ്ങിയും പോലെ. 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 2ാം സ്റ്റെപ്പിലേക്ക് ഇറങ്ങി. പണ്ട് കേരളത്തിലെ വഹാബികൾക്ക് ഉണ്ടൊരു വാദമാണ് അല്ലാഹു തആല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവരെ കൂട്ടത്തിൽ വലിയൊരു മൗലവി കൂട്ടായി ഔലാജി എന്ന് പറയുന്നത്. കൂട്ടായി ഔലാജി ഇതിന്റെ സ്പെഷ്യലിസ്റ്റാണ്. അയാളെ പ്രസംഗം മുഴുവൻ ധരിക്കും യൻസിലു റബ്ബുനാ തബാറക വതആല, അല്ലാഹു തആല ഇറങ്ങും, അല്ലാഹു തആല ഇറങ്ങും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിന് ആ വിഷയത്തിലേക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിലെ ചില പദങ്ങൾക്കൊന്നും ശരിയായ അർത്ഥം വെക്കാൻ പാടില്ല. ശരിയായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാഹ്യ അർത്ഥം വെക്കാൻ പാടില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന അർത്ഥങ്ങളൊന്നും ഇതിന് വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കുടുങ്ങില്ലേ? ഖുർആനിലൊരായത്തുണ്ട് വസ്നഇൽ ഫുൽക ബിഅയ്നിന. എന്താ അർത്ഥം? നൂഹ് നബിയോട് അല്ലാഹു പറഞ്ഞു, നൂഹ് നബിയെ വസ്നഇൽ ഫുൽക, കപ്പലങ്ങുണ്ടാക്കണം, ബിഅയ്നിന, അയ്നിന്റെ ബഹുവചനമാണ് അയ്ൻ. എന്താ അർത്ഥം? നമ്മുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കപ്പലുണ്ടാക്കി. അപ്പോൾ അള്ളാഹുവിൻ്റെ കണ്ണിപ്പം കഴിഞ്ഞു, കപ്പലുണ്ടാക്കിയില്ലേ? അവിടെ അർത്ഥമല്ല. അവിടെ നമ്മൾ ആ കണ്ണിനെ അവിടെ ഉദ്ദേശാർത്ഥം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മൾ പറയില്ലേ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടോ, എൻ്റെ ഒരു കണ്ണവിടെ ഉണ്ടാകുമെന്ന് പറയും. എൻ്റെ കണ്ണവിടെ വെച്ചുന്ന എൻ്റെ നോട്ടം ഉണ്ടാകുന്ന അർത്ഥം.
ചില വാക്കുകൾക്കൊന്നും ഭാഷാർത്ഥം വെക്കാൻ കഴിയില്ല. ഇനി വേറെ അർത്ഥം പറയാം, തആല ജദ്ദു റബ്ബിന. എന്താ അർത്ഥം? തആല പറഞ്ഞാൽ മേലെയായി, ജദ്ദു എന്ന് പറഞ്ഞാൽ വല്യപ്പ, റബ്ബിന കൂട്ടി അർത്ഥം വെച്ച് നോക്കൂ. തആല ജദ്ദു റബ്ബിന, സുബ്ഹാനല്ലാഹ് വെക്കാൻ പറ്റും അർത്ഥം? അപ്പൊ അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പൊ ചില ഹദീസുകളിൽ ചില ആയത്തുകളിൽ ഇങ്ങനെ ചില പദങ്ങൾ വന്നിട്ടുണ്ട്. കൂട്ടായ ഏത് സ്റ്റേജിൽ കയറിയാലും പറയും യൻസുലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു തആല ദുനിയാവിലേക്ക് ഇറങ്ങി വരും, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും, ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും. ഒരു ദിവസം ഇയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ കയറി ചോദിച്ചു, അല്ല മൗലവി നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? സത്യമാണ് പറഞ്ഞു. ഉറപ്പല്ലേ? ഉറപ്പാണ്. എല്ലാ ദിവസവും ഇറങ്ങും വെച്ചോ? എല്ലാ ദിവസവും ഇറങ്ങും. രാത്രിയിൽ ഇറങ്ങാം, രാത്രി ഇറങ്ങാം. ഇത് ഹദീസിലുള്ള ഹദീസിലാണ്. എനിക്കൊരു സംശയമുണ്ട്, ഹദീസ് കൊണ്ട് മറുപടി ഇറങ്ങുന്നത് എന്ത് ചോദിച്ചു? എല്ലാ ദിവസവും ഇറങ്ങുന്ന അല്ലാഹു തആല, രാത്രി ഇറങ്ങുന്ന അല്ലാഹു തആല സുബഹിന്റെ മുമ്പന്നെ തിരിച്ചു പോകോ അതോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാ പോകുക? ഹദീസ് കൊണ്ട് പറഞ്ഞു തരണം എന്നായിരുന്നു. ഹദീസിലെവിടെയും തിരിച്ചു പോകണം ആരും പറഞ്ഞിട്ടില്ല. പോകുന്നു പറഞ്ഞാലും കുടുങ്ങി. പോകുന്ന ഹദീസ് കാണിക്കണം. പോകൂല പറഞ്ഞാൽ കുടുങ്ങി. കാരണം എന്ത്? ദിവസം ഇറങ്ങണമെങ്കിൽ ദിവസം ഒരല്ല വേണ്ടേ? ഇയാൾ അന്ന് സ്റ്റേജിൽ നിന്ന് ബേക്കൂടി ഇറങ്ങിപ്പോയതാ, പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ചില അർത്ഥങ്ങൾ വെക്കാൻ പാടില്ല. അതിനൊക്കെ ചില മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട്. ഇബ്നു തൈമിയ്യ പഠിപ്പിച്ച രാഷ്ട്രീയമാണ് കനുസൂലി ഹാദാ, ഞാൻ ഈ ഇറങ്ങും പോലെ അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. ഈ കാരണം ഉദ്ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്നു തൈമിയ്യ മുജസ്സിമിയാക്കൽപ്പെട്ടതാണ്. മുജസ്സിമിയാക്കൽപ്പെട്ടാൽ മുബത്തദി മാത്രമല്ല, ഇസ്ലാം വൃത്തത്തിന് പുറത്തു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു തൈമിയ്യയുടെ അവസ്ഥ ഇതാണ്. ഇനി രണ്ടാമതായി ഇവർ പരിചയപ്പെടുന്ന നേതാവാര AD 1703 ജനിച്ച് 1787 മരണപ്പെട്ടു പോയ, ഹിജ്റ 1116 ജനിച്ച് 1206 മരണപ്പെട്ടു പോയ മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആരാ മുഹമ്മദ് അബ്ദുൽ വഹാബ്? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഉപ്പ അദ്ദേഹത്തിനെതിരായിരുന്നു, സ്വന്തം ബാപ്പെതിരായിരുന്നു. ബാപ്പ പറഞ്ഞ മോനെ നിന്റെ പോക്ക് ശരിയല്ല. സ്വന്തം സഹോദരൻ, എന്റെ സഹോദരന്റെ പോക്ക് ശരിയല്ല, വിശ്വാസം ശരിയല്ല, ആദർശം ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു കിതാബ് തന്നെ എഴുതി. അതിലും വലിയ എന്താ വേണ്ട? ഒരേ വീട്ടിലെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ പറയാ എന്റെ അനിയന്റെ ആദർശം ശരിയല്ല, വിശ്വാസം ശരിയല്ല, അവൻ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന ആളാണ്, അതിൽ നിങ്ങൾ പെട്ടുപോകരുത് കിതാബ് എഴുതി. ആര്? സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ. കഴിഞ്ഞില്ല. സ്വന്തം ഉസ്താദ് പറഞ്ഞു അവന്റെ പോക്ക് ശരിയല്ല എന്ന് പുറത്താക്കി. ഇയാളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. മാത്രമല്ല ഇപ്പോൾ വഹാബികൾ എന്താ പറയണത്? അദ്ദേഹത്തിൻ്റെ എല്ലാ ആദർശത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. കഴിഞ്ഞില്ലേ? സ്വന്തം നേതാവിനെ അവർ തന്നെ തള്ളി പറയുന്നു. പിന്നെ ആ ആദർശം കേരളത്തിലേക്ക് എത്തുന്ന ആരും കഴിഞ്ഞാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള എന്ന് പറയുന്ന ഈ മൂന്നാളുകളിലൂടെയാണ്. അത് നമ്മൾ വെറുതെ പറയല്ല. ഇവരുടെ സുവനീറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സുവനീറിലൊക്കെ പറയുന്നുണ്ട് കേരളത്തിലേക്ക് വഹാബിസം എത്തിയത് ഈ മൂന്നാളിലൂടെയാണ്, പ്രത്യേകിച്ച് റഷീദ് റിളയിലൂടെ. റഷീദ് റിളയോടായിരുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ വിധേയത്വം ഉണ്ടായിരുന്നത്. റഷീദ് റിളയുടെ മജില്ലത്തുൽ മനാർ വായിച്ചുകൊണ്ടാണ് KM മൗലവി കേരളത്തിൽ പുതിയൊരു ചിന്താ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്, മജില്ലത്തുൽ മനാർ. അതിനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇവർ പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ ആ പ്രസിദ്ധീകരണത്തിന് അൽമനാർ എന്ന് പേരിട്ടത്. അൽമനാർ എന്ന് പേരിടാൻ കാരണം റഷീദ് റിളയുടെ മജില്ലത്തുൽ മനാറിനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചതാണ്. ആ റഷീദ് റിളയെ കുറിച്ച് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? റഷീദ് റിളയെ കുറിച്ച് ഈ അടുത്തവർ എഴുതിയ പുസ്തകങ്ങളിലും പ്രസംഗത്തിലൊക്കെ പറയുന്നു റഷീദ് റിളയുടെ ആദർശങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക ആദർശങ്ങളും മുഅ്തസിലി ആശയമാണ്. കഴിഞ്ഞില്ലേ? സ്വന്തം നേതാക്കന്മാരെ കുറിച്ച് സ്വന്തം അനുയായികൾ പറയുന്നു അവരുടെ പോക്ക് ശരിയല്ല. പിന്നെന്തിന് നമ്മളിതിൽ കൂടണം? ഇനി കേരളക്കരയിലേക്ക് നോക്കും നിങ്ങൾ. കേരളക്കരയിൽ ഇവർക്ക് നേതൃത്വം കൊടുത്ത ആളാരാ? വക്കം മൗലവി, KM മൗലവി, EK മൗലവി, MCC മൗലവി. ഇവരെ കുറിച്ചൊക്കെ ഇപ്പോഴുള്ള ആൾക്കാർ പറയുന്നത് എന്താ? ശരിയല്ല. ഇനി പോട്ടെ, ഈ അടുത്ത കാലം വരെ 2015 വരെ കേരളത്തിൽ ജീവിച്ചു പോകുന്ന വഹാബി പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോഴുള്ള വഹാബി പ്രസ്ഥാനം എന്താ പറയുന്നത്? പുതിയ ലക്കം ഇസ്ലാഹി മസീന്റെ ഉണ്ട്. പുതിയ ലക്കം ഇസ്ലാഹി മസീൽ പറയുന്നു നിലവിലുള്ള സലഫി പ്രസ്ഥാനങ്ങളൊക്കെ പിഴച്ചതാണ്. പിന്നെ ആരാപ്പ ശരി? കുറച്ചാൾക്കാർ ദമ്മാജ് പോയിട്ടുണ്ട്, അവരാപ്പ ശരിയുള്ളൂ. നിലവിലുള്ള KNM ശരിയല്ല, അതിൽ കൂടെ ലയിച്ചു എന്ന് പറയപ്പെടുന്ന മടവൂര് ശരിയല്ല. ലയനൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ വെറുതെയാണ്. അത് കേവലം ഒരു നാടകം മാത്രം. TP അബ്ദുൽ കോയ മദനിയും ഹുസൈൻ മടവൂരും കൈപിടിച്ചിട്ട് ഒരു ഐക്യ പെരുന്നാൾ ആഘോഷിച്ചു എന്നല്ലാതെ മനസ്സുകൾക്കിടയിൽ ഒരു ഐക്യവുമില്ല. ഖുലൂബുഹും ശത്താ, മനസ്സൊക്കെ ഭിന്നമാണ്. കാരണം ഈ ഐക്യത്തിന് ശേഷം ഇറങ്ങിയ വിജിന്തനമിന്റെ കയ്യിലുണ്ട്, ഷബാബിന്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ വായിച്ച സമയം മറ്റ് സമയമല്ലല്ലോ മനസ്സിലായിട്ട് വായിക്കാത്ത എല്ലാ കയ്യിലുണ്ട്. ആ ഷബാബിൽ പുതിയ ലക്കം ഐക്യത്തിന്റെ ശേഷം ഇറങ്ങിയ ഷബാബിൽ പറയുന്നു എന്താ ഇവർക്കുള്ള തർക്ക വിഷയങ്ങൾ? KNMകാരും മടവൂരുമായിട്ട് തർക്കമുള്ള പ്രധാന വിഷയങ്ങൾ എന്താ? വിശ്വാസപരമാണ്, കർമ്മപരമല്ല. കർമ്മം വരണ്ട, അവരിക്കട്ടെ. കർമ്മത്തെക്കാൾ ഉപരി വിശ്വാസപരമാണ്.
എന്താ വിശ്വാസപരമായിട്ട് അടിസ്ഥാന തർക്കം? മറഞ്ഞ മാർഗത്തിലൂടെ, അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ ഒരു വസ്തുവിന്റെ ഉപദ്രവം പേടിച്ചുകൂടാ. അതാണ് മടവൂരിന്റെ വാദം. അതുകൊണ്ടാണ് മടവൂർ ഭാഗത്തിന്റെ സമുന്നതനായ നേതാവ് അബ്ദുസ്സലാം സുല്ലമി ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, എന്താ? അല്ലാഹുവേ, ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇയാളിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ, ബാത്റൂമിൽ പിശാചോ? നമ്മളാരും കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണാത്ത വസ്തുവിന്റെ, മറഞ്ഞ വസ്തുവിന്റെ ഉപദ്രവം പേടിക്കൽ ശിർക്കാണ് ഇവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം. അപ്പൊ അബ്ദുസ്സലാം സ്വലമി ചിന്തിച്ച് പഠിച്ചവനെ ഇതിന്റെ അർത്ഥം വെക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാത്റൂമിൽ റസൂൽ ഉദ്ദേശിച്ചത് അവിടെ ഉപദ്രവിക്കുന്ന സാധനം എന്നാണ്. അത് കാര്യമായിട്ട് ആരാ? കൊതുകാണ്. അപ്പൊ അല്ലാഹുവിനെ അഊദു ബിക മിനൽ ഖുബുസിൽ ഖബായിസ് എന്താ? അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിനൽ ഖുബസ്, ആൺ കൊതുകുകളെ തൊട്ടും, വൽ ഖബായിസ്, പെൺ കൊതുകുകളെ തൊട്ടും. അന്ന് അവരെഴുതിയപ്പോ കേന്ദ്രമാർ മറുപടി എഴുതി എൻ്റെ അടുത്തുള്ള പുസ്തകം. എന്താ മറുപടി എഴുതിയത്? അങ്ങനെയാണെങ്കിൽ മൗലവി, എന്തിനാ ബാത്റൂം കയറുമ്പോ കൊതുകിന്റെ ഷർറാണുള്ളെങ്കിൽ എന്തിനാ അവിടെ ദുആ ചെയ്യുന്നത്? അവിടെ ആമമാർക്ക് കൊതുക് തിരി കത്തിച്ചു വെച്ചാ പോരേ. എന്ത്? ഒരു ആമമാർക്ക് കൊതുക് തിരി കമ്പനി മാറരുതട്ടോ, ആമമാർക്ക് തന്നെ ആയിരിക്കണം. അത് കത്തിച്ചു വെച്ചാൽ പ്രശ്നം തീരൂലേ? നമ്മൾ ചോദിച്ചു ഇവരോട്, ഐക്യപ്പെട്ടപ്പോ ഇപ്പൊ ഞങ്ങൾ കൊതുക് തിരി കത്തിക്കലാണോ പതിവ്, അതോ ദുആ ചെയ്യലാണോ? ഐക്യപ്പെട്ട രണ്ടാൽ ഒന്നുമാണല്ലോ. ഐക്യദൃശ്യം എന്താ ചെയ്യുന്നത്? മറ്റൊന്ന്, എത്ര സംഭവങ്ങൾ അറിയോ? ഒന്നും രണ്ടെന്നല്ല. ഞാനിതൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ അനൈക്യത്തിന് കാരണമായൊരു പുസ്തകം, മുജാഹിദ് തൗഹീദ് എങ്ങനെ ഷിർക്കും തൗഹീദും എങ്ങനെ ലയിക്കും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഇസ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇവിടെ കിട്ടുന്നത് അത് ഫുള്ള് നമ്മുടെ ഉദ്ധരണിയിലൊന്നുമില്ല, ഫുള്ള് അവരുടെ പുസ്തകങ്ങളാണ്. അവർ KNM കൊണ്ട് പറഞ്ഞത്, അതിനെതിരെ മടവൂർ പറഞ്ഞത്, മടവൂർ പറഞ്ഞത്, അതിനെതിരെ KNM പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് പുസ്തകം കിട്ടും, ഫുള്ള് അവരുടെ ഉദ്ധരണിയാണ്. നിങ്ങൾക്ക് ആരും പോലും സമർപ്പിക്കാം. കാരണം എൻ്റെ വകയൊന്നുമില്ല, ഒക്കെ അവരുടെ പുസ്തകം സ്കാൻ ചെയ്ത് കയറ്റിയതാണ്. നമ്മളെ ഇസ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എങ്ങനെ ഐക്യം? മറ്റൊന്ന് സിഹിർ. സിഹിറിനെ കുറിച്ച് KNM പറഞ്ഞ സിഹിർ ഫലിക്കും, മടവൂരിപ്പം പറഞ്ഞ സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ച കാഫറാന്നാണ്. ഫലിക്കണ്ട, പിന്നെ ഫലിക്കുന്നു വിശ്വസിച്ചാൽ മതി. അപ്പൊ റസൂലുള്ളാഹിക്ക് ഫലിച്ചില്ലേ? സഹീഹുൽ ബുഖാരിയിലില്ലേ? ഞാനൊരിക്കൽ മണ്ണാർക്കാട് നിൽക്കുന്ന സമയത്ത് ഒരു മുജാഹിദ് സുഹൃത്തുമായി കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അവിടെ ഏത് ഗ്രൂപ്പ് വെച്ച്? മടവൂർ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ സിഹിർ ഫലിക്കൂലാണ് ടീമാണല്ലോ? അതെ അതാണ്. അപ്പം ഞാൻ ചോദിച്ചല്ല, മുത്തുനബിക്ക് സിഹിർ വലിച്ചിട്ടില്ലേ? ബുഖാരില്ലേ? ഇത് എടുത്ത് വയ്ക്കുവാൻ എന്താ പറയുക? ബുഖാരില്ലേ? അത് തള്ളിയാൽ മതിയായിരുന്നു. എത്ര സിമ്പിളായിട്ട്. ഞാൻ ചോദിച്ചല്ല സഹോദരങ്ങൾ, ബുഖാരി വായിച്ചുകണോ? ഇല്ല. നിങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പരിഭാഷ കണ്ടിട്ടുണ്ട്. പക്ഷെ ബുഖാരിൽ ഒരുപാട് ഹദീസുകൾ ഖുർആൻ വിരുദ്ധമായിട്ടുണ്ട്, അതൊക്കെ തള്ളണം എന്നാണ്. ബുഖാരിയിൽ അള്ളാന്റെ റസൂൽ ഖുർആനെതിരായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ചെറുപ്പക്കാർ ചിന്തിക്കൂ, ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിയും? അള്ളാന്റെ റസൂലിനെ അള്ളാഹ് പറഞ്ഞാച്ചെന്തിനാ? വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. പുണ്യനബിയെ, അങ്ങയിലേക്ക് ഖുർആൻ നമ്മൾ ഇറക്കിയത് ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. അവരിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ അങ്ങാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്, അങ്ങാണ് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെതിരായിട്ട് പറയും. അല്ലാഹുവിന്റെ റസൂൽ വാക്ക് പറയുന്നത് ഖുർആൻ പറഞ്ഞാ വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. മുത്തനബി കാര്യം പറയണമെങ്കിൽ ആദ്യം വഹി ഇറങ്ങിയിരിക്കണം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനെതിരാണ് പോലും. മഅദല്ലാഹ്. ഒരു മൗലവി പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് തള്ളണം? ഒരു മൗലവി പ്രസംഗിച്ചെന്താ? അദ്ദേഹം പറഞ്ഞു, ബുഖാരിയല്ലേ, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കൂല. ചെറുപ്പക്കാരെ ഒന്ന് ശ്രദ്ധിക്കൂ, ഇതിലൊക്കെ നമ്മൾ കൂടണോ? ഇതിൻ്റെ പിന്നാലൊക്കെ നമ്മൾ നടക്കണോ? എന്തിനാണിത്? ആരാ ബുഖാരി ഇമാമൊക്കെ? ചരിത്രമൊക്കെ പറഞ്ഞ് നീണ്ടുപോകില്ലേ? ബുഖാരി ഇമാമൊക്കെ സഹീഹുൽ ബുഖാരി എഴുതുന്നത് എത്ര സൂക്ഷ്മത പാലിച്ചിട്ടാണ്. ബുഖാരി ഇമാം പറയുന്നുണ്ട്, എനിക്ക് 10,000 ഹദീസ് കിട്ടി. 10,000, ഒന്നല്ല രണ്ടല്ല, 1000 10,000 ഹദീസ് ഇമാം ബുഖാരിയുടെ കയ്യിൽ കിട്ടി. എല്ലാം ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് സഹീഹ് ആയിട്ട് തന്നെ 10,000-ലേറെ കിട്ടി. പക്ഷേ ആ സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് വീണ്ടും ഞാൻ തെരഞ്ഞെടുത്തു, അതിന് വീണ്ടും തെരഞ്ഞെടുത്തു. കടഞ്ഞെടുത്ത ഹദീസുകൾ മാത്രമാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അതിലൊരു ഹദീസ് എഴുതുന്നതിന് മുമ്പ് ബുഖാരി ഇമാം ഒന്ന് കുളിക്കും, 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കും, എന്നിട്ടേ ഒരു ഹദീസ് എഴുതുള്ളൂ. ആ ഹദീസിനെ കുറിച്ച് ഇവർ വളരെ ലാഘവത്തോടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? തട്ടിക്കളയണം. കൂടാൻ കഴിയുമോ? നിന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ നമുക്ക്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്നുണ്ട് KNM പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞെന്താ അറിയോ?
ഒരു കിണറിൽ വെച്ചുകൊണ്ടാണ് സിഹർ ബാധിച്ചെന്ന് പറഞ്ഞപ്പോൾ മടവൂരികൾ പറഞ്ഞു അങ്ങനെ കിണറിൻ്റെ മദീനത്തില്ല എന്ന് പറഞ്ഞത്. നമ്മൾ ചോദിച്ചു ഐക്യപ്പെട്ടപ്പോൾ ഇപ്പം മദീനത്ത് ആ കിണറുണ്ടോ? ഇപ്പം കിണറുണ്ടായോ? ഇല്ലേ. എന്ത് ഐക്യമാണത്? എന്നാൽ ഇപ്പൊ ഐക്യത്തിന്റെ ശേഷം പുതിയ ലക്ക ഷബാബ് നോക്കൂ നിങ്ങൾ, ആ ഷബാബിൽ ഇപ്പോഴും തുറന്നെഴുതുന്നു സിഹിർ ഫലിക്കില്ല. എന്നാൽ വിചിന്തനത്തിൽ കേനവിന്റെ വിചിന്തനത്തിൽ പറയുന്നു സിഹിർ ഫലിക്കും. ഐക്യം എന്തായി? അതാണ് നമ്മൾ കണ്ടാചാരിക്കും തഹ്സബുഹും ജമീഅ, അവരൊറ്റക്കെട്ടാണ്, പക്ഷേ ഖുലൂബുഹും ശത്താ, ഇപ്പോഴും വ്യത്യസ്ത ചേരികളാണ്. ഐക്യമൊക്കെ അവർ കേവലം നാടകം മാത്രമാണ്. അതൊന്നും കാര്യമില്ല, അതിലൊന്നും മനസ്സിലാക്കേണ്ടില്ല. എന്തായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടെന്ന വിഷയം ഐക്യപ്പെട്ടാലും ഇല്ലെങ്കിലും നിലവിലുള്ള കേനമിനെ കുറിച്ച്, മടവൂരി ഭാഗത്തെക്കുറിച്ച്, ജിന്നി ഭാഗത്തെക്കുറിച്ച്, അതിൻ്റെ ഉള്ള ഉപഗ്രൂപ്പ് കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളാണ്. എല്ലാ ഗ്രൂപ്പിനെ കുറിച്ചും പുതിയ ലക്കം ഇസ്ലാഹ് മാസികയിൽ പറയുന്നു ഇവരൊക്കെ പിടിച്ചുപോയി. പിന്നെ ഇപ്പോൾ ആരാ ശരിഞ്ഞുള്ളത് കേരളത്തിൽ? കുറച്ചാളുകൾ. ആരാ? ദമ്മാജിലേക്ക് പോയ കുറച്ചാൾക്കാർ. അവരെക്കുറിച്ച് കേനമ്മുകാർ പറയാറുള്ളത് ആട് സലഫികൾ എന്നാണ്. എന്താ ആട് സലഫി എന്ന് പറയാൻ കാരണം? ഇവരുടെ വാദം, ഇപ്പോഴത്തെ പുതിയ ടീമിന്റെ വാദം എന്താ അറിയോ? അല്ലാഹു റസൂൽ എങ്ങനെ ജീവിച്ച് അങ്ങനെ തന്നെ ജീവിക്കണം. അപ്പോൾ റസൂൽ എങ്ങനെ ജീവിച്ച്? ആട് മേയിച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആട് മേയ്ക്കണം. നിലമ്പൂരിൽ അത്തിക്കാടിൽ കുറച്ച് സ്ഥലമൊക്കെ ഇവരെടുത്തിരുന്നു, അവിടെ കുറച്ച് ആടുണ്ടായിരുന്നു. ഇപ്പൊ തീവ്രവാദ പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പൊ ആടുമില്ല, അവിടെ ആളുമില്ല. നേരെ പോയി ദമ്മാജിലേക്ക്. എന്തിനാ ദമ്മാജിൽ പോയത്? അവിടെ ഉണ്ട് ഒരു ഹദീസ് കേന്ദ്രം. ആരതാ ഹദീസ് കേന്ദ്രം? നിങ്ങൾ പഠിക്കണം. ഇവരെവിടുക്കാ പോകുന്നത്? പണ്ടൊക്കെ എല്ലാവരും യമനിൽ ഇങ്ങിട്ട് വരുമായിരുന്നു അല്ലേ? മമ്പറം ഞങ്ങൾ യമനിൽ ഇങ്ങിട്ട് പോകുന്നു. കഴിഞ്ഞ കേരള ചരിത്രം പഠിക്കുമ്പോൾ ഒട്ടേറെ ആളുകൾ യമനിൽ ഇങ്ങിട്ട് വരുമായിരുന്നു. ഇവരൊപ്പം അങ്ങോട്ട് പോവുക. എന്നിട്ട് പോകുന്നതിന് കുഴപ്പമില്ല. എവിടേക്കാ പോയത്? ഷെയ്ഖ് മുഖ്ബിലിന്റെ കേന്ദ്രത്തിലേക്ക്. ആരാ ഷെയ്ഖ് മുഖ്ബിൽ? ചരിത്രം പഠിക്കണ്ടേ? ഷെയ്ഖ് മുഖ്ബിലിനെ കുറിച്ച് 2015 ഏപ്രിൽ മാസത്തിലെ വിചിന്തനം മാസിക എഴുതി വെക്കുന്നു. നമ്മുടെ പത്രമല്ല, സത്യധാരല്ല എഴുതി വെക്കുന്നത്, വിചിന്തനം എഴുതി വെക്കുന്നു. എന്താ എഴുതി വെച്ചത്? ഷെയ്ഖ് മുഖ്ബിൽ തീവ്രവാദിയാണ്. എത്ര വലിയ തീവ്രവാദി നിങ്ങൾ അറിയണം, ചരിത്രം പഠിക്കണം. ഷെയ്ഖ് മുഖ്ബിലിന്റെ തീവ്രവാദം എത്രത്തോളം ഗൗരവം എന്നറിയോ? ഷെയ്ഖ് മുഖ്ബിൽ പരിശുദ്ധമായ മക്കത്തുൽ മുകറമ ഹറം ഷരീഫ് ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇടുകയും അതിന്റെ പേരിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. പരിശുദ്ധമായ ഹറം ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ട ഒരാളത്തേക്കൊക്കെ ദീൻ പഠിക്കാൻ പോയ അവരെ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹറമാക്രമിക്കാൻ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരേണ്ടതല്ലേ പരിശുദ്ധമായ ഹറം, ശുദ്ധമായ ഭാര്യം. ഒരു മുഅ്മിനിന്റെ മനസ്സ് പൊട്ടുന്ന രംഗമല്ലേ ഇമാം നബവി റഹ്മഹുല്ലാഹ് തന്റെ ഈലാഹ് രേഖപ്പെടുത്തിയില്ലേ? ഒരു ഉമ്മ ഹറമിലേക്ക് വന്നപ്പോ പരിശുദ്ധമായ കഅബാലയം കാണാൻ വേണ്ടി ചോദിച്ചുത്രേ, ഐന ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഗേഹം എവിടെ? കാണിച്ചു കൊടുത്തപ്പോൾ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് വഫാത്തായി പോയി. അത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, ബഹുമാനത്തോടെ കാണുന്ന പരിശുദ്ധമായ കഅബാലയം ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇടുകയും അതിന്റെ പേരിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ഷെയ്ഖ് മുഖ്ബിൽ. ആ ഷെയ്ഖ് മുഖ്ബിലിന്റെ അടുക്കലേക്കാണ് കേരളത്തിൽ കുറച്ച് ആൾക്കാർ ദീൻ പിടിക്കാൻ പോയത്. എന്ത് പറഞ്ഞെന്താ? അവിടെ റസൂലുള്ളാഹിന്റെ അതേ ജീവിതം. ഇതൊക്കെ ബിദ്അത്താണ്. ഏത് നമ്മളിന്ന് ചെയ്യുന്നൊക്കെ റസൂലുള്ളാഹി ചെയ്യാത്താണ്. ഞാൻ ഇവരോട് ചോദിച്ചു, പടന്നയിൽ നിന്ന്, ഞാൻ ജോലി ചെയ്യുന്ന ചെറുവത്തൂരിന് തൊട്ടടുത്ത സ്ഥലമായ പടന്നയിൽ നിന്ന് 17 കുടുംബമാണ് അവിടെ പോയിരിക്കുന്നത്. 17 കുടുംബം, 1-2 ആളല്ല. ആ കുടുംബങ്ങളിലെ അംഗങ്ങളെ പലപ്പോഴും കണ്ടപ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. 17 കുടുംബം പോയിട്ട് അവരെന്താ ചെയ്തിട്ടറിയോ? അവിടെ ചെന്നുറഞ്ഞ പാസ്പോർട്ട് കീറി വലിച്ചെറിഞ്ഞു, ഇനി തിരിച്ചു വരരുതേ എന്നൊക്കെ. 17 കുടുംബം എന്തിനു പോയി? അവിടെ എത്ര റസൂലുള്ള പഠിപ്പിച്ച അതേ രീതിയുള്ളത്. ഞാൻ ചോദിച്ചു ഇവരെങ്ങനെ പോയത്? അപ്പൊ പറഞ്ഞു ഫ്ലൈറ്റിലാണ് പോയത്. അത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും വല്ല ഫ്ലൈറ്റിലും കയറി പോയിക്കണോ? അല്ല, അതില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട്. അത് കാലാലിമുല്ലല്ലാമ ഗൂഗിൾ, ഷെയ്ഖ് ഗൂഗിൾ പറഞ്ഞു കൊടുത്തതാണ്. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അല്ല, അതൊന്നുമില്ല. പിന്നെ അല്ല, അത് നിങ്ങളിങ്ങനെ ഇത്ര ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, വഴിതെറ്റിക്കാനുള്ള ചില രീതികൾ മാത്രമാണ്. അതിലൊന്നും പെട്ടുപോകരുത്. നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു പൈതൃകമുണ്ട്. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചെന്നൊരു മാർഗം, അവിടെ നമ്മൾ നിൽക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അവിടെ ആയിരിക്കണം നമ്മുടെ ചിന്ത.
അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്. മുത്തുനബി കാണിച്ചെന്ന് സഹാബത്ത് പിൻപറ്റി, താബിയങ്ങൾ സ്വീകരിച്ചു, തബഅത്താബിയങ്ങൾ പ്രചരിപ്പിച്ചു, ഇമാമിയങ്ങളോട് നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നു. അതായിരിക്കണം നമ്മുടെ ചിന്ത. മദീന വിട്ടുള്ളൊരു കളിക്കും നമ്മൾ പോകരുത്. ഈ തീവ്രവാദികൾ മദീന വരെ ആക്രമിക്കാൻ പോയില്ലേ, മദീന വരെ സ്ഫോടനം നടത്താൻ പോയില്ലേ? ആ ടീമിന്റെ പിന്നാലെ കൂടാൻ കഴിയും നമുക്ക്? ആ ടീമിന്റെ കീഴിൽ പിന്നാലെ കൂടാൻ കഴിയും നമുക്ക്? മദീനയായിരിക്കണ്ടേ ഒരു മുസ്ലിമിന്റെ ആവേശം എന്ന് പറയുന്നത്. മദീനയോടായിരിക്കും മുസ്ലിമിന്റെ ചിന്ത എപ്പോഴും ഉണ്ടാവേണ്ടത്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി വല്ലാതെ സ്നേഹിച്ചു പോയ വ്യക്തി, മുത്തുനബി വല്ലാതെ സ്നേഹിച്ചു പോയി. എപ്പോഴും റസൂലുള്ളാഹി ചിന്തയായിരുന്നു. മുത്തുനബി വഫാത്തായപ്പോ സയ്യിദുനാ ബിലാൽ തങ്ങൾക്ക് മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പുണ്യനബിയില്ലാത്ത മദീനയിൽ എങ്ങനെ നിൽക്കും? മദീനയ്ക്ക് വലിയ പുണ്യല്ലേ? മദീനയുടെ മണ്ണ് പോലും തുർബത്തുൽ മദീന ശിഫാഉൽ ലികുല്ലി ദാ എന്ന് വരെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. മദീനയിലെ മണ്ണ് പോലും രോഗത്തിന് ശമനമാണ്. പക്ഷെ കൊണ്ടുവരാൻ പാടില്ല കേട്ടോ, അത് വേറെ കാര്യം. അതിലെ പൊടിയും കൊണ്ടൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇരു ഹറമുകളിൽ നിന്നും മണ്ണ് നക്കൽ ചെയ്യൽ ഹറാമാണെന്ന് ഫുഖാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊടി ഇട്ടിയാൽ കൊണ്ടുവരാനൊന്നും പറ്റൂല. അവിടുത്തെ മണ്ണിന് പ്രത്യേകത ഉണ്ട്, എതിർക്കല്ല. മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങൾ മനസ്സിലെപ്പോഴും ചിന്തയാണ്. മുത്തുനബി അങ്ങ് ലയിച്ചുപോയി. പക്ഷേ മുത്തുനബി വഫാത്തായപ്പോൾ ബിലാൽ തങ്ങൾക്ക് പിന്നെ മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. മദീന വിട്ടുപോയി. സയ്യിദുനാ ബിലാൽ തങ്ങൾ ഒഴിഞ്ഞുപോയി താമസിക്കുക. അപ്പോഴാണ് ഒരു ദിവസം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. ബിലാൽ തങ്ങൾ മുത്തുനബിയെ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, യാ ബിലാൽ മാ അജ്ഫാക യാ ബിലാൽ, എന്തു പറ്റിപ്പോയി ബിലാലെ? എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? എന്തേ മദീനത്തേക്ക് വരാത്തത്? ഇത് കെട്ടുകഥയല്ല, ഇമാമിങ്ങൾ എഴുതി വെച്ച സംഭവം ഞാൻ ഈ പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ഞെട്ടി ഉണർന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നു, ഓടി മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാണ്. ഓടി റസൂലുള്ളാഹിന്റെ ഖബറിലെത്തി. വതമറഗ ബിലാലുൻ അലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം അങ്ങനെയാ പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം മൂലം മുത്തുനബിന്റെ ഖബറിനെ വീണുപോയി. ആ ഖബറിങ്ങനെ കെട്ടിപ്പിടുന്നു പോയി എന്നാ, ഖബറിങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്നുപോയി എന്നാ. എന്നാൽ കേൾക്കുമ്പോൾ ചിലർക്ക് ശിർക്കാൻ തോന്നിപ്പോകാം, ചിലർക്ക് അത് കുഫറായിട്ട് തോന്നിയേക്കാം. പക്ഷെ ബിലാൽ തങ്ങൾക്കത് തോന്നിയിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവിടുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. അവരൊക്കെ അങ്ങനെ ലയിച്ചു പോയി മദീനയോട്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ ഫീ ബലദി നബീക്. അല്ലാഹുവേ, എപ്പോൾ മരിക്കുകയാണെങ്കിലും മദീനത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു എപ്പോഴും ദുആ ചെയ്യുന്നത് മദീനത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം നൽകണം. എന്താ മക്കപ്പുറത്തുണ്ട്. ഉമർ റളിയല്ലാഹു ആഗ്രഹിക്കുന്നതിരിക്കും മദീനത്തുനിന്ന് മരിക്കണം, മദീനയിൽ വെച്ചുകൊണ്ട് ഷഹീദാകാനുള്ള ഭാഗ്യം നൽകണം. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് തന്റെ മോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുല്ലാ ഇൻതലിക് ഇലാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. മോനെ, നീ ആയിഷാബിന്റെ അടുക്കൽ ചെല്ലണം, ആയിഷയോട് എൻ്റെ ഒരു സലാം പറയണം. ലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ. അവിടെ പോയിട്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞയച്ചു എന്നൊന്നും പറയരുത്. അത് അദബുകേടാണ്, അത് അദബുകേടാണ്, അനാദരവാണ്. ആയിഷയോട് ഞാൻ അമീറുൽ മുഅ്മിനീനാണെന്നും പറഞ്ഞു പോകരുത്. നിന്റെ ഉപ്പ ഉമർ പറഞ്ഞയച്ചു എന്ന് പറയണം. യസ്തഅദിനു ഉമർ ഇബ്നുൽ ഖത്താബ് അയ്യുദ്ഫന മാ ഖബരി സാഹിബിഹി. ഒന്ന് പോയി പറയൂ അബ്ദുല്ലാ. എന്താ പോയി പറയേണ്ടത്? എൻ്റെ ഉപ്പ വഫാത്തിനോട് മല്ലിടുകയാണ്, മരണം ആസന്നമായ സമയമാണ്. ഉപ്പാന്റെ ഈ മരണാസന്നമായ സമയത്തൊരാഗ്രഹമുണ്ട്, ഉപ്പാക്ക് മുത്തുനബിന്റെ അടുത്ത് കിടക്കണം. എന്താണ് ആഗ്രഹം? അപ്പുറത്ത് ജന്നത്തുൽ ബഖീഉണ്ട്. ജന്നത്തുൽ ബഖീന് ഒരുപാട് പവിത്രത മുത്തുനബി കൽപ്പിച്ചിട്ടുണ്ട്. ആ ജന്നത്തുൽ ബഖീ ഇവിടെ ഉണ്ടാകുമ്പോ ഒരു പ്രൈവറ്റ് റൂം, ആ റൂമിൽ എനിക്ക് കിടക്കണം. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൊതിക്കുകയാണ്. ആയിഷയോടൊന്ന് പോയി പറയുന്നീ.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട മോനോട് പറയുന്നു, മോനെ നീ ആയിഷാ ബീവിയോടൊന്ന് പോയിട്ട് അവിടെ ഇനി ഒരു ഖബറിനുള്ള സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ, അതെനിക്ക് തരുമോ എന്ന് സമ്മതം ചോദിക്കുക. എന്തിനാണത് ഉമർലാനെ കൊതിക്കുന്നത്? അപ്പുറത്ത് ജന്നത്തുൽ ബഖീ ഇല്ലേ? അപ്പുറത്ത് ജന്നത്തുൽ ബഖീ ഇല്ലേ? ഇങ്ങോട്ട് മക്കയിലേക്ക് വന്ന ജന്നത്തുൽ മുഅല്ല ഇല്ലേ? ജന്നത്തുൽ ബഖീയിലേക്ക് മറവ് ചെയ്യപ്പെട്ട ആളുകളെ പലതും ചരിത്രത്തിൽ കാണാം. വലിയ പവിത്രതയാണ് പറയുന്നത്. പക്ഷേ ആ ജന്നത്തുൽ ബഖീ ഉണ്ടായിരിക്കെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മോനെ പറഞ്ഞേക്കുന്നു, മോനെ നീ ആയിഷാ ബീവിയോടൊന്ന് സമ്മതം ചോദിക്ക്. എന്ത്? ആ പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തുണ്ടെന്ന് കിടക്കണം. മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ചെന്നു, ആയിഷാ ബീവിയോട് സങ്കടം പറഞ്ഞു, ഉപ്പാക്കൻ്റെ ഒരു ആഗ്രഹവും പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആയിഷ റളിയല്ലാഹു ബഖത്ത് ബുകാഅൻ ശദീദ, ആയിഷ ബി വല്ലാതെ കരഞ്ഞുപോയി. കരഞ്ഞിട്ട് പറഞ്ഞു, അബ്ദുല്ലാ, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. ഓ കണ്ടോ, അവരും ആഗ്രഹിക്കുന്നത് അവിടെ കിടക്കണമെന്നായിരുന്നു. ആയിഷാ ബിവിയും കൊതിച്ചത് എനിക്ക് അവിടെ കിടക്കണം, മുത്തുനബിന്റെ അടുത്ത് കിടക്കണം. മരിച്ചാലൊക്കെ കഴിഞ്ഞു, പിന്നെ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നവർ പിന്നെ എന്തിനവിടെ കിടക്കണം? പക്ഷേ അങ്ങനെ ആയിഷാ ബിവി ചിന്തിച്ചില്ല, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചില്ല. ആയിഷാ ബി പറഞ്ഞു, ഞാൻ ആ സ്ഥലം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷേ അങ്ങനെ നിന്റെ ഉപ്പ അങ്ങനെ ആവശ്യപ്പെട്ടില്ലേ, അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്ഥലം ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഈ വാർത്ത അറിയിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി തങ്ങൾ മരണത്തിനോട് മല്ലിടുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഉമർലാൻ അങ്ങനെ കാത്തിരിക്കുക. ചോദിച്ചു, മോനെ അബ്ദുല്ലാ മാ ലദൈക്, എന്താ അഭിപ്രായം, എന്താ ആയിഷമ്മ പറഞ്ഞത്? ഉടൻ തന്നെ ഉപ്പാ നിങ്ങൾ ആഗ്രഹിച്ചത് നൽകിയിരിക്കുന്നു. അപ്പോൾ ഉമർലാൻ പറഞ്ഞൊരു വാക്കുണ്ട് ചരിത്രത്തിൽ, മദീനയോട് ഒരു മുസ്ലിമിന്റെ മനസ്സ് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്ക്. മഹാനായ ഉമർലാൻ പറഞ്ഞത്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക് ബഅദൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടി. മുത്തുനബിയെ കുറിച്ച് സ്വർഗത്തിലാണ് പറഞ്ഞു, അതൊക്കെ ഉണ്ടായെങ്കിലും ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം മുത്തുനബിന്റെ പരിശുദ്ധമായ ഖബറിന്റെ അരികിൽ കടക്കാൻ സമ്മതം കിട്ടിയല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതായിരിക്കണം നമ്മുടെ ബന്ധം. നമ്മുടെ മനസ്സ് അങ്ങോട്ടായിരിക്കണം, മദീനയായിരിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ നിന്ന് പോകരുത്, മദീനയായിരിക്കണം. ഇവിടെ നിന്ന് പിരിയുമ്പോൾ, ഇന്ന് സമ്മേളനം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും മദീന കടന്നു വരണം. ആ മദീനത്തേക്ക് എപ്പോഴും സലാത്ത് ചൊല്ലിയിരിക്കണം. ആ മദീനയിലെ പുണ്യ നബിയുടെ ജീവിത ചരിത്രങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. ഒട്ടേറെ സുന്നത്തുകൾ അധികരിപ്പിക്കാൻ തയ്യണം. എത്ര അധികരിപ്പിച്ച് എത്രത്തോളം മുത്തുനബിയിലേക്ക് എടുക്കാൻ കഴിയുമോ അതേ പ്രിയപ്പെട്ടവരെ ഉപകരിക്കുള്ളൂ, അതേ ഉപകരിക്കുള്ളൂ. മറ്റുള്ളതിൻ്റെ പിന്നാലൊന്നും പെട്ടുപോകരുത്. വിദ്യാത്തിൽ പെട്ടുപോയാൽ ആക്കിബത്ത് മോശമായി പോകും. മരണസമയം ഈമാൻ കിട്ടാതെ മരണപ്പെടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നമ്മൾ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവന്റെ കർമ്മങ്ങൾ, നിസ്കാരം റബ്ബ് സ്വീകരിക്കൂല. പുസ്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ റബ്ബ് നിസ്കാരം സ്വീകരിക്കില്ല, നോമ്പ് സ്വീകരിക്കില്ല, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. മാത്രമല്ല മുത്തുനബിന്റെ ഹദറത്തിലേക്ക് മഹ്ശറിലെ സൂര്യന്റെ ചൂടേറ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് മദീനയോട് സ്നേഹമില്ലാത്ത ആളുകൾ, മദീനയെ സാധാരണയായി കണ്ട ആളുകൾ, പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയ ആളുകൾ, അവർക്ക് മുത്തുനബിന്റെ തിരുഹദറത്തിലേക്ക് വെള്ളത്തിന് വേണ്ടി ചെല്ലുമ്പോ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരക്കാരായ ആളുകളെ ആട്ടിയോടിക്കുമെന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. മുത്തുനബിയെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അല്ലാഹുവേ മുത്തുനബിയോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ട ഉസ്താദുമാരെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മാതാപിതാക്കളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും അല്ലാഹുവേ ആഫിയത്തുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.